എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വാങ്ങാൻ പോകുന്നത് സക്കർ ഫിഷിനെയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സക്കർ ഫിഷിനെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ പറയാം. പ്രധാനമായും എല്ലാവരും സക്കർ ഫിഷിനെ വാങ്ങുന്നത് അക്വേറിയം ക്ലീൻ ചെയ്യാനാണ്. പിന്നെ പലരും വിചാരിക്കുന്നത് ഈ സക്കർ ഫിഷ് മറ്റ് മീനിൻ്റെ വേസ്റ്റ് കഴിക്കും എന്നാണ്. ഒരു മീനും മറ്റ് മീനിൻ്റെ വേസ്റ്റ് കഴിക്കില്ല. അതിന് കാരണം എല്ലാ മീനിൻ്റെ വേസ്റ്റിലും അമോണിയയുടെ കണ്ടന്റ് കൂടുതലാണ്. ഇത് പെട്ടെന്ന് തന്നെ നല്ല സൈസ് ആവുന്ന മീനും കൂടിയാണിത്. ഇതിന് വെള്ളത്തിലെ ഓക്സിജൻ മാത്രമല്ല അന്തരീക്ഷത്തിലെ ഓക്സിജനും ഇതിന് ശ്വസിക്കാൻ സാധിക്കും. സക്കർ ഫിഷ് മറ്റ് മീനുകളെ അപേക്ഷിച്ച് പെട്ടെന്നൊന്നും ചത്തുപോകാത്ത മീനാണിത്. വളരെ പ്രതികൂലമായ അവസ്ഥയിലും ഇതിന് അതിജീവിക്കാൻ പറ്റും. സക്കർ ഫിഷിനെ തോട്ടിലോ കുളത്തിലോ കൊണ്ടിടുകയാണെങ്കിൽ ഇത് അതിവേഗം പെരുകാനും മറ്റ് മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയെ തകർക്കാനും സാധ്യതയുണ്ട്. ഞാൻ ഈ സക്കർ ഫിഷിനെ വാങ്ങുന്നത് കിണറ്റിലിടാനാണ്. സക്കർ ഫിഷ് പ്രധാനമായും കഴിക്കുന്നത് പായലുകളും ചെറിയ ചെടികളും അഴുകിയ ചെറിയ മീനുകളെയും ഒക്കെയാണ്. മഴക്കാലങ്ങളിൽ കിണറ്റിൽ പായലുകളൊക്കെ അധികമായും ഉണ്ടാകാറുണ്ട്. ഈ സക്കർ ഫിഷിനെ കിണറ്റിലിട്ടാൽ കിണർ കുറച്ചുകൂടി ക്ലീൻ ആയിട്ടിരിക്കും. ഇനി നമുക്ക് നേരെ കീച്ചേരി ഫിഷ് ഗാലക്സി പോവാം. അങ്ങനെ ഞാൻ ഫിഷ് ഗാലക്സിയിലെത്തി. വലുതുണ്ടോ? വലുതുണ്ടോ? ഓ വലുതാണുള്ളത്. ഇതിന് 50 അല്ലേ? ഇതിന് 100 ഉണ്ടല്ലേ? ഇവിടെയുള്ള 2 തരത്തിലുള്ള സക്കറാണ് ഉള്ളത്. ഇത് ചെറുത് 50 രൂപ, ഇതിന് 100 രൂപ. ചെറുത് ഒരുപാടെണ്ണം ഉണ്ട്. ഇത് വാങ്ങാം. കറുപ്പിനെ അതെന്നെ പിടിച്ചോ. ആ കറുപ്പ് കാണുന്ന കറുത്ത അതന്നെ പിടിച്ചോ. കിട്ടുന്നില്ലേ? കറുപ്പ് അത്യാവശ്യം നല്ല വലിപ്പം വെക്കൂലേ? കിട്ടി. ഒന്ന് മതി. നോക്കാം. ഈ സക്കറിനെ ഈ കപ്പിലാക്കിയിട്ട് ഈ കിണറ്റിലിടാം. ഇതാണ് നമ്മുടെ സക്കർ. ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.